പോസ്റ്റ് ഡ്രൈവർമാരൊക്കെ ലൈസൻസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു ടെസ്റ്റ് ഫെയിലായി രണ്ടാമത്തെ ടെസ്റ്റും ഫെയിലായി കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക ഒരു ഇളവുണ്ട്. വിനോദ് ഗത്തൽ വർക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് റിയാദിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കിട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായിട്ട് എഴുതി ചോദിക്കുക. റിയാദിൽ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ദല്ലുണ്ട്, പിന്നെ നമ്മുടെ സുലൈ ഉണ്ട്, പിന്നെ നൂറ പ്രിൻസ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ സുലൈ ദല്ലയിലാണ് പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എവിടെയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ഷർ വഴി ആദ്യം നിങ്ങൾ അപ്പോയിൻമെന്റ് എടുക്കുക. അതായത് ഗൂഗിളിൽ പോയിട്ട് അപ്ഷർ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് എടുക്കുക. അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങളിപ്പോൾ ദല്ലയിലാണെങ്കിൽ അപ്പോയിൻമെന്റ് പേപ്പറും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി കാണാൻ സെക്യൂരിറ്റി കൗണ്ടർ വന്നു. ആ കൗണ്ടറിൽ നിങ്ങൾ പോവുക. ആ കൗണ്ടറിൽ പോയിട്ട് ഈ അപ്പോയിൻമെന്റ് പേപ്പറും പിന്നെ നിങ്ങളുടെ ഇക്കാമയുടെ കോപ്പി അതിന് കൂടെ വയ്ക്കുക. അല്ലെങ്കിൽ ഇക്കാമയുടെ കോപ്പി അവിടെ എടുക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്ക്കുക, എന്നിട്ട് ഈ കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുക. ഈ സെക്യൂരിറ്റി പറഞ്ഞ പോലെ ഈ അപ്പോയിൻമെന്റ് പേപ്പർ നമ്മളവിടെ ഒരു കൗണ്ടറിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് ലീവ് കൊണ്ടുപോകും. നമ്മൾ നന്നായിട്ട് വണ്ടി പെർഫോമൻസ് അതായത് ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളുടെ എണ്ണം കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളുടെ എണ്ണം അവർ പറയുക. ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറാണ്. 3 ദിവസം വെച്ചിട്ട് 2 മണിക്കൂർ വെച്ച് ക്ലാസ് ഉണ്ടായിരിക്കും ഏറ്റവും ചുരുങ്ങിയത്. അതെല്ലാം നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 15 ദിവസം വരെയുള്ള ക്ലാസ് അവർ തന്നേക്കാം. അപ്പോൾ നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ദിവസത്തെ ക്ലാസ് ഒഴിവാക്കാൻ പറ്റും. കുറഞ്ഞ ദിവസത്തിനുള്ള ക്ലാസ് നമുക്ക് തരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 690 റിയാൽ നമ്മുടെ കൗണ്ടറിൽ അടയ്ക്കാൻ പറയപ്പെടുന്നവർ. അപ്പോൾ ഈ 690 റിയാൽ അടയ്ക്കുമ്പോൾ ക്യാഷ് ആയിട്ട് അവിടെ എടുക്കില്ല. അവിടെ കാർഡ് പേയ്മെന്റ് മാത്രമേ എടുക്കുള്ളൂ. ക്യാഷ് കയ്യിൽ പോക്കറ്റിൽ വെച്ച് പോയിട്ട് കാര്യമില്ല. ATM പൈസ ഉണ്ടാവും, കാർഡ് അവർ സ്വീകരിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുകളൊന്നും പറയാം. കാരണം ഇപ്പോൾ ഒരുപാട് ഞങ്ങളുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇവർ കൂടുതലും കാർഡ് തന്നെ പേയ്മെന്റ് ചെയ്യുന്നത്, ക്യാഷ് എടുക്കുന്നില്ല. ഈ 690 റിയാൽ, അതായത് അവർ പറഞ്ഞ ഈ 690 റിയാൽ നിങ്ങൾ ഈ കൗണ്ടറിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് ഇൻവോയ്സ് തരും. ഇതുപോലെ ഇരിക്കും. ഇതിൽ 3 ബാർകോഡ് ഉണ്ടാവും. അതിൽ ഈ ചെറിയ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് ഈ പേപ്പർ ബാർകോഡുള്ള ഈ പേപ്പർ നിങ്ങൾ കളയാതെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ആ ഇൻവോയ്സിൽ കാണുന്ന ഏറ്റവും ചെറിയ ബാർകോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ ഒരു യൂസർ നെയിം പാസ്വേഡും നിങ്ങളെടുത്ത് അടിക്കാൻ പറയും. അതിൽ ഒരുവിധ ആളുകളും തെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ അപ്ഷറിന്റെ യൂസർ നെയിം പാസ്വേഡാണ് കൊടുക്കാറുള്ളത്. അതല്ല കൊടുക്കേണ്ടത്. അവിടെ നമ്മുടെ ഇക്കാമ നമ്പറാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. പാസ്വേഡായിട്ട് നമ്മൾ ഇക്കാ നമ്പർ തന്നെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആവും. ഇനി അഥവാ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ അവർ കൗണ്ടറിൽ പോയിട്ട് അവിടെ ഹെൽപ്പിംഗ് ഡെസ്കുകൾ ഉണ്ടാവും. അതായത് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അവിടെ ഒന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇക്കാമ നമ്പർ തന്നെ കൊടുക്കും. ഇക്കാമ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്റർഫേസ് ഓപ്പൺ ആവും. ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങളുടെ ഭാഷ സെലക്ട് ചെയ്യാം. അതായത് ഏതൊക്കെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ക്ലാസ്സുകളുടെ ഏത് ലാംഗ്വേജ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. മലയാളമല്ല, മറ്റേ ഇംഗ്ലീഷും മറ്റുള്ള ഭാഷയും ഒക്കെ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്ര ദിവസത്തെ ക്ലാസ് ആണോ നിങ്ങൾക്ക് തന്നുള്ളത്, 3 ദിവസത്തെയാണോ 5 ദിവസത്തെയാണോ 15 ദിവസത്തെ ക്ലാസ് ആണോ തന്നിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പറിലുള്ള ബാർകോഡ് അവർ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്, അതായത് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത ഏത് മൊബൈൽ നമ്പറാണ് ഓപ്ഷനിലുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ഒരു SMS വരും. ആ SMS വരുന്നത് നിങ്ങളെ കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്നാണെന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ. ഈ SMS വന്നു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ടെസ്റ്റിന് പോകണം. കമ്പ്യൂട്ടർ ടെസ്റ്റിന് പോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചാൻസ് കിട്ടുള്ളൂ. അത് നിങ്ങൾ എക്സ്ട്രാ പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ കമ്പ്യൂട്ടർ ടെസ്റ്റിന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ചെല്ലുക, ഈ ബാർകോഡ് സ്കാൻ ചെയ്യുക, നേരെ പോവുക കമ്പ്യൂട്ടർ ടെസ്റ്റുള്ള സ്ഥലത്തേക്ക്. എവിടെ വെച്ചെങ്കിൽ അവിടെ പോയിരിക്കുക. അവിടെ ടോക്കണും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു 7 പേര് അല്ലെങ്കിൽ 6 പേരെ വെച്ചിട്ട് ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉള്ളിലേക്ക് അവർ കയറ്റി വിടും. അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞളിച്ച് നടക്കുന്ന കാണാം. എന്താണ് അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നുമില്ല. അവിടെ പോയിരിക്കുക, അവർ വിളിക്കുമ്പോൾ പോവുക, ഉള്ളിൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റിന് പോകുമ്പോൾ ഒരുവിധം ആളുകളൊക്കെ മലയാളം ലാംഗ്വേജാണ് സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്യരുത്, നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഫുൾ അച്ചടി ഭാഷയും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കമ്പ്യൂട്ടർ ടെസ്റ്റിൽ 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 30 ചോദ്യങ്ങളിൽ 22 എണ്ണം ശരിയാവണം. അപ്പോൾ 22 എണ്ണം ശരിയാവണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നമുക്ക് ഈ 22 എണ്ണത്തിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് നമുക്ക് ശരിയാക്കില്ല. അതിൽ 22 എണ്ണം ശരിയായി നിങ്ങൾ പാസ്സാവും.
അതല്ല നിങ്ങൾ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ടെസ്റ്റിനും വീണ്ടും നിങ്ങൾ 84 റിയാൽ വെച്ചിട്ട് കൊടുക്കണം. അതവിടെ കൗണ്ടറിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പഴയ പോലെയല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് സുഖമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടെസ്റ്റ് നമുക്ക് ഡേറ്റ് തരും, അന്ന് പോയി നമുക്ക് ടെസ്റ്റ് എടുക്കാം. ഇപ്പോൾ ടോട്ടലി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന എല്ലാ രീതികളും എല്ലാ പ്രൊസീജിയേഴ്സും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ റിയാദിൽ നമ്മൾ ഏതെങ്കിലും ഹൗസ് ഡ്രൈവർമാരൊക്കെ ലൈസൻസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു ടെസ്റ്റ് ഫെയിലായി രണ്ടാമത്തെ ടെസ്റ്റും ഫെയിലായി കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക ഒരു ഇളവുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മെഡിക്കൽ നിങ്ങൾ എടുത്തു വെച്ചാൽ അതിന് 3 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കണേ. അതായത് ഇപ്പോൾ പുറത്തുനിന്ന് എവിടുന്നേലും എടുക്കുകയാണെങ്കിൽ നമ്മൾ 80 റിയാലോ 85 റിയാലൊക്കെ കിട്ടുന്ന സാധനം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അവിടെ പോയി ഇങ്ങനെ എടുക്കുമ്പോൾ മെഡിക്കലിന് 100 റിയാലും 120 റിയാലൊക്കെ മേടിക്കും. അത് അവർക്ക് തോന്നിയ പോലെ മേടിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മെഡിക്കൽ എടുത്തു വയ്ക്കുക ആദ്യം തന്നെ കമ്പ്യൂട്ടർ ടെസ്റ്റിന് പോകുന്ന സമയത്തിന് മുമ്പ്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇനി കമ്പ്യൂട്ടർ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനുള്ള ടെസ്റ്റാണ്. അതായത് ഒരു 4-5 പേരെ വണ്ടിയിൽ കയറ്റും, എന്നിട്ട് ഓടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക, വണ്ടി അവർ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്താൻ പറയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തുക, മെല്ലെ നിർത്തുക, വണ്ടികൾ മിറർ കറക്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, സെൻട്രൽ മിറർ കറക്റ്റ് ചെയ്യുക, എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ടെൻഷൻ അടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. നിങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ പേപ്പറുകളും അവർ മേടിച്ചു വയ്ക്കും. പേപ്പർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് പേര് വിളിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, ഭയങ്കര ബഹളമായിരിക്കും അവിടെ. അപ്പോൾ പേര് വിളിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾ അക്ഷർ ചെക്ക് ചെയ്യാൻ പറയും കേട്ടോ. നിങ്ങളുടെ കമ്പ്യൂട്ടർ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞ് എല്ലാം പാസ്സായി കഴിഞ്ഞാൽ അവരൊരു കൗണ്ടർ പറഞ്ഞു, ആ കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് അടയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുക. അത് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റാണ്. 200 റിയാൽ 5 വർഷത്തിനാണ് 200 റിയാൽ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അപ്ഷറിൽ നമുക്കൊരു മെസ്സേജ് വരും. മെസ്സേജാണ് നമ്മൾ ലൈസൻസ് കാണിക്കുന്നത്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടില്ല. ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള മുറൂറിൻ്റെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതായത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് വീണ്ടും മുറൂറിൻ്റെ അതിൽ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളതിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ കാർഡ് മേടിക്കണം. ഇതിൽ കാർഡ് തരില്ല. ഇനി നിങ്ങൾക്ക് കാർഡ് കിട്ടണം, വേറെ രീതിയിൽ കിട്ടണം എന്നാൽ സൗദി പോസ്റ്റ് വഴിയും കാർഡ് വരുന്നുണ്ട്. പക്ഷെ അത് ടൈം എടുക്കും. അതല്ല, ഇനി ഇങ്ങനെയുള്ള ജനറൽ സർവീസുകൾ, അതായത് കമ്പ്യൂട്ടർ വെച്ചിട്ട് നമ്മൾ ജനറൽ സർവീസ് ചെയ്യുന്നില്ല, ഓരോരുത്തർ മലയാളികളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ജനറൽ സർവീസിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നിങ്ങൾ നല്ലൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഏതെങ്കിലും മുറൂറിൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് പോയിട്ട് മേടിക്കാൻ പറ്റും. ഈ ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങൾ മൊത്തം സുലൈ ദല്ലാല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടോ. ഇനി നിങ്ങൾ ഇപ്പോൾ നൂറയിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രിൻസ് നൂറയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ ഡിഫറൻ്റ് ആണ്. അവിടെ ഇതിനേക്കാളും ടഫാണ് കാര്യങ്ങൾ. എന്ത് കാര്യത്തിനായാലും ഇപ്പോൾ അപ്ഷർ വഴി അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അത് എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഷോർട്ടായിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതെന്നാണ് ഇത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതി ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ.